ഹലോ നമസ്കാരം. ഡെഡ് ബോഡി മെയിൻ ക്യാരക്ടറായി വരുന്ന ചില സിനിമകൾ നമുക്ക് പരിചയപ്പെട്ടാലോ. ആദ്യമായിട്ട് ഈ മായാവ്. 2018 ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് ഈ മായാവ്. വാവശ്ശൻ മേസ്ത്രിക്ക് ഒരു ആഗ്രഹമുണ്ട്. തൻ്റെ മരിച്ചടക്ക് തൻ്റെ അപ്പൻ്റെ മരിച്ചടക്കിനെക്കാട്ടും ബെസ്റ്റായിട്ട്, അതായത് ഗ്രാൻഡായിട്ട് നടത്തണമെന്ന്. അത് തൻ്റെ മകനോട് പറയുകയും ചെയ്യുന്നുണ്ട്. തൻ്റെ ഈ ആഗ്രഹം പറഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും വാവച്ചൻ മേസ്ത്രി മരണപ്പെടും. സാമ്പത്തിക ഞെരുക്കത്തിൽ ജീവിക്കുന്ന വാവച്ചൻ മേസ്ത്രിയുടെ മകന് തൻ്റെ അപ്പൻ്റെ അവസാന ആഗ്രഹം നടത്തി കൊടുക്കാൻ കഴിയുമോ എന്നതാണ് ഈ ചിത്രത്തിൻ്റെ പ്രമേയം. വാവച്ചൻ മേസ്ത്രിയുടെ മകനായി അഭിനയിച്ചിരിക്കുന്നത് ചെമ്പൻ വിനോദാണ്. സിനിമയുടെ അവസാന ഭാഗങ്ങളിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ചെമ്പൻ വിനോദിൻ്റെ അഭിനയം കണ്ടപ്പോൾ എനിക്ക് തോന്നിപ്പോയി ആ വർഷത്തെ ബെസ്റ്റ് ആക്ടർ അവാർഡ് അദ്ദേഹത്തിന് കിട്ടുന്നു. പക്ഷേ കിട്ടിയില്ല. ആ വർഷത്തെ അവാർഡ് ഇന്ദ്രൻ സേട്ടൻ കൊണ്ടുപോയി. കുഴപ്പമില്ല, പുള്ളിക്കാരനും അത് അറിയിക്കുന്നു. ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റ് ഓഫ് ഇന്ത്യ, പിന്നെ ഫിലിംഫെയർ അവാർഡ്സ് സൗത്ത് എന്നിവിടങ്ങളിൽ നിന്ന് പുള്ളിക്കാരന് ബെസ്റ്റ് ആക്ടർ അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ സിനിമയ്ക്ക് ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് സൗണ്ട് ഡിസൈൻ, ബെസ്റ്റ് ക്യാരക്ടർ ആക്ട്രസ് എന്നിവയ്ക്ക് കേരള സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം രേഖപ്പെടുത്തുക. ഈ ലിസ്റ്റിലെ രണ്ടാമത്തെ സിനിമ ചന്ദാമാമ. 1999 മുരളീകൃഷ്ണൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു കോമഡി ത്രില്ലർ സിനിമയാണ് ചന്ദാമാമ. ഒരു പാർട്ടിയുടെ ഇടയിൽ തങ്ങളുടെ ബോസ് കൊല്ലപ്പെടും. അത് തങ്ങളുടെ തലയിലാകുമോ എന്ന് ഭയക്കുന്ന 3 യുവാക്കൾ കാട്ടിക്കൂട്ടുന്ന പൊല്ലാപ്പുകളുടെ കഥയാണ് ചന്ദാമാമ. അതൊരു വല്ലാത്തൊരു കഥയാണ്. ഒരു ഫൺ ഫീൽഡ് കോമഡി ത്രില്ലറാണ് ഈ സിനിമ. ഇതിനകത്ത് ജനാർദ്ദനൻ, കൊച്ചിൻ ഹനീഫ തുടങ്ങിയവരൊക്കെ ഉണ്ട്. നല്ലൊരു വൈബുള്ളൊരു പടമാണ്. കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഈ ലിസ്റ്റിൽ മൂന്നാമത്തത് ഒരു ഇംഗ്ലീഷ് സിനിമയാണ്, ദ ഓട്ടോപ്സി ഓഫ് ജെയിൻ ഡോ. 2016 പുറത്തിറങ്ങിയ ഒരു സൂപ്പർ നാച്ചുറൽ ഹൊറർ മൂവിയാണ് ഇത്. പോലീസുകാർക്ക് ഒരു വീടിൻ്റെ ബേസ്മെൻറ്റിൽ നിന്ന് ഒരു അൺഐഡൻറ്റിഫൈഡ് ഡെഡ് ബോഡി കിട്ടുന്നു. അതൊരു സ്ത്രീയുടെ ഡെഡ് ബോഡിയാണ്. എങ്ങനെയാണ് പുള്ളിക്കാരത്തി മരിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ പോലീസുകാരെല്ലാം കൂടെ ഇത് പോസ്റ്റ്മോർട്ടം നടത്താൻ കൊടുക്കുന്നു. പോസ്റ്റ്മോർട്ടം നടത്തുന്നതിൻ്റെ ഇടയിൽ നടക്കുന്ന ചില സംഭവങ്ങളാണ് ഈ സിനിമയിൽ പറയുന്നത്. ഒരു നല്ലൊരു സൂപ്പർ നാച്ചുറൽ ഹൊറർ മൂവിയാണ്. കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം പറയുക. കാണാത്തവരുണ്ടെങ്കിൽ ആമസോൺ പ്രൈം വീഡിയോസിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. ഈ 3 പടങ്ങൾ മാത്രമല്ല, ഒരുപാട് പടങ്ങളുണ്ട് ഡെഡ് ബോഡി മെയിൻ ക്യാരക്ടറായി വരുന്നത്. നിങ്ങളുടെ ലിസ്റ്റിലുള്ള ആ പടങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ?